ക്രിസ്തു സഭയിൽ മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയും മറ്റൊരു ആത്മാവിനെയും പ്രസംഗിക്കുന്നതായി അല്ലെങ്കിൽ അതിനെതിരായി പ്രബോധിപ്പിക്കുന്ന ഒരു വേദഭാഗം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസ് തന്റെ ശുശ്രൂഷയെ പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ വഞ്ചകരായ ആ അല്ലെങ്കിൽ വ്യാജ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ വ്യാജമായ ഉപദേഷ്ടാക്കൾ വഴി തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് കൊരിന്തിലെ വിശ്വാസികളെ സംരക്ഷിക്കാനുമായിട്ടാണ് അപ്പോസ്തലന്മാർ കൊരിന്തിയ ലേഖനങ്ങൾ എഴുതുന്നതെന്ന് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ വേദഭാഗത്ത് തന്നെ നോക്കുമ്പോൾ ഹവ്വായെ സർപ്പം വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലമായ ഭക്തിയിൽ നിന്ന് അവരുടെ മനസ്സ് വഴിതെറ്റിക്കപ്പെടുമോ എന്ന് പൗലോസ് അധികം അല്ലെങ്കിൽ വളരെയധികം ഭയപ്പെട്ടിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 1.5 വർഷത്തോളം താമസിച്ച് പ്രവർത്തിച്ച് സ്ഥാപിച്ച ഒരു സഭയാണ് കൊരിന്തിലെ സഭ. എന്നാൽ പൗലോസ് അവിടെ വിട്ടുപോയ ഉടനെ തന്നെ കൊരിന്തിലെ സഭ ദുരുപദേശങ്ങളുടെ പിടിയിൽ അകപ്പെട്ടത് പൗലോസിനെ വളരെയധികം വേദനിപ്പിച്ചു. ആദ്യ നൂറ്റാണ്ടിലെ സഭകളെ നോക്കുകയാണെങ്കിൽ ആ സഭകളിലൊക്കെ താരതമ്യേന ഭൗതികമായി ഉയർന്ന നിലയിലായിരുന്നു കൊരിന്തിലെ സഭ. അങ്ങനെയുള്ള കൊരിന്തിലെ സഭയിൽ പെട്ടെന്ന് ദുരുപദേശങ്ങൾ പരന്നു. ഇന്നും അത് തന്നെയാണ്. ഭൗതികമായി ഉയർന്ന നിലയിൽ നിൽക്കുന്ന സഭകളിലൊക്കെയാണ് പെട്ടെന്ന് ദുരുപദേശങ്ങളും അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പകരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ദൈവികതമല്ലാത്ത പല പ്രവൃത്തികളും അവിടെ ഉണ്ടായി. ആ ഭാഗങ്ങളൊന്നും വിശദീകരിക്കാതെ തന്നെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ ഈ വേദഭാഗത്ത് വരുമ്പോൾ മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയും പ്രചരിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭൗതികമായ നേട്ടങ്ങളെ ഏറ്റവും വലുതായി അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതിക നേട്ടങ്ങൾ അതാണ് വലുത്. അതിനെ കൈവിടാതെ അതിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു വേർപാടോ അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിക്കാൻ കഴിയാതെ ഒരു ഏറ്റവും വലുതായി തന്നെ കണ്ടുകൊണ്ട് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സുവിശേഷങ്ങളൊക്കെ പ്രചരിക്കുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യേശുവിനെയൊക്കെ മുന്നിൽ കൊണ്ടുവരേണ്ടതിനൊക്കെ കാരണമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ കൃപയാൽ പകർന്നു കിട്ടിയ നിലനിൽക്കുന്നതും നിത്യത വരെ എത്തുന്ന അല്ലെങ്കിൽ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നതുമായ ആത്മീയ അനുഗ്രഹങ്ങളെ ഈ ലോകത്തിലെ ഭൗതിക നന്മകളെക്കാൾ പ്രാധാന്യം കുറച്ച് കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ വില കുറച്ച് കാണുന്നത് പ്രിയമുള്ളവരെ നമ്മളെ വലിയ ആത്മീയ പാപ്പരത്വത്തിലേക്ക് വീഴിക്കുമെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ അതാണ് അതിന്റെ സത്ത് അല്ലെങ്കിൽ ഇതിന്റെ സാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊരിന്തിലെ സഭയിലെ ക്രിസ്ത്യാനികളെ കർത്താവിൽ നിന്നും കർത്താവിന്റെ നീതിയിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന കള്ളപ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്ന് ആ പശ്ചാത്തലം നോക്കുമ്പോൾ അല്ലെങ്കിൽ വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ 1-ാം ലേഖനത്തിൽ പല പ്രശ്നങ്ങളുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൊക്കെ ആ സഭ അകപ്പെട്ടിരുന്നതാണ്. എന്നാൽ അവരൊക്കെ തിരികെ കൊണ്ടുവരാൻ പൗലോസ് ആഗ്രഹിച്ചു. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ ആ വേദഭാഗം എടുക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വാക്യങ്ങളിൽ 3 കൂട്ടരെ കുറിച്ച് പൗലോസ് വിവരിക്കുന്നുണ്ട്. ഒന്ന് കൊരിന്തിലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കൊരിന്ത് സഭയിലെ വിശ്വാസികൾ, 2 കള്ള അപ്പോസ്തലന്മാർ, പിന്നെ പൗലോസ് തന്നെ കുറിച്ച്. അതിന്റെ ഈ 3 പേരിൽ തന്നെ മാറി മറിഞ്ഞുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഇവിടെ കാണുന്ന കള്ള അപ്പോസ്തലന്മാരെ പൗലോസ് അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ സൂപ്പർ അപ്പോസ്റ്റൽസ് എന്നാണ് ആദ്യം വിളിക്കുന്നത്. ഇതൊരു പരിഹാസ നാമം എന്നതിനേക്കാൾ ഉപരി അവർ സ്വയം അവകാശപ്പെട്ടിരുന്ന ഒരു വിശേഷണം കൂടിയായിരുന്നു. പൗലോസ് അതിൽ പരിഹസിച്ച് വിളിക്കുന്നു എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ ഒക്കെ ഉപരി അവർ തങ്ങളെ തന്നെ വിളിച്ചിരുന്നത് ഞങ്ങൾ സൂപ്പർ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്ന്. അങ്ങനെയാണ് അവരെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തിയിരുന്നത്. അവരെ ആദ്യം അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്ന് പൗലോസ് സംബോധന ചെയ്തതിലൂടെ അവർ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ വെറും അപ്പോസ്തലന്മാരോ ആണെന്ന് പൗലോസ് കരുതിയിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള അതല്ല അതിന്റെ അർത്ഥമാക്കുന്നത്. പിന്നീട് നമ്മൾ കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ പൗലോസ് അവരെ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ എന്നൊക്കെ വിളിച്ച് ആ വേദഭാഗത്തൊക്കെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർ തങ്ങളെ തന്നെ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചിരുന്നു. അതിനാൽ പൗലോസ് ആ പദം തിരിച്ചുപയോഗിച്ചുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ആരാണെന്നും എന്താണ് അവർ പഠിപ്പിക്കുന്നതെന്നും വിശദീകരിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. 2 കൊരിന്ത്യർ അതിന്റെ ഒരു വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാം. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഈ വാക്യത്തിൽ പൗലോസ് ഒരുത്തൻ വന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാങ്കല്പിക കാര്യമെന്ന നിലയിലാണ് പൗലോസ് ഇത് അവതരിപ്പിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അതൊരു സാങ്കല്പിക കാര്യമല്ല, മറിച്ച് വളരെ വേദനിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സാഹചര്യം തന്നെയാണ്, യഥാർത്ഥ സംഭവം തന്നെയാണ് എന്ന് നമുക്ക് കാണുന്നുണ്ട്. യഥാർത്ഥ ദൈവനിയോഗം പ്രാപിച്ച പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും പ്രസംഗിച്ച യേശുവിൽ നിന്ന് വ്യത്യസ്തനായ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോഴും അവർ പ്രാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ആത്മാവിനെയോ മറ്റൊരു സുവിശേഷതയോ സ്വീകരിക്കുമ്പോഴും നിസ്സംഗതയോടെ ഇരിക്കുന്ന കൊരിന്തിലെ
കാലഘട്ടത്തിലെ വിശ്വാസികളെ തിരുത്താനാണ് പൗലോസ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് ഗൗരവമേറിയൊരു വിഷയമാണ്. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇന്നത്തെ സഭയിൽ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനാൽ ഇക്കാര്യം നാം മനസ്സിലാക്കേണ്ടതും ജാഗ്രത ഉള്ളവരായിരിക്കേണ്ടതുമാണ്. നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന പല കൺവെൻഷനുകളും പല മീറ്റിങ്ങുകളിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ആകട്ടെ, ടെലിവിഷൻ പ്രീച്ചിങ്ങിൽ കൂടി ആകട്ടെ, അവിടെയൊക്കെ നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷങ്ങളിൽ നാം കാണുന്ന യേശുവിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യേശുവിനെയോ ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന കൃപയാലുള്ള രക്ഷ എന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷത്തെയോ ഒരു പുതിയ വെളിപ്പാടിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആത്മാവിനെയോ ആരെങ്കിലും പ്രസംഗിച്ചാൽ പ്രിയമുള്ളവരെ, അത് തെറ്റായ ഒരു ദൈവശാസ്ത്രമാണ്. നാം അത് മനസ്സിലാക്കണം. ഇത് യഥാർത്ഥത്തിൽ തുറന്നു കാട്ടപ്പെടേണ്ട ഒരു വ്യാജ അപ്പോസ്തോലത്വമാണെന്നുള്ള കാര്യങ്ങളെ നമുക്ക് ഈ വേദഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. അന്നും ഇന്നും സ്വയം യേശുവിനെ അന്വേഷിക്കുന്നവർ, നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ, പഠിക്കുവാൻ നമുക്ക് ഒത്തിരി പേര് കർത്താവിന്റെ അല്ലെങ്കിൽ ഈ ആത്മനിയോഗത്താൽ അല്ലാതെ വേദപുസ്തകം പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്ര പുസ്തകങ്ങൾ പഠിക്കുന്നവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടം പഠിക്കുന്നത്, അങ്ങനെ ഒരു വലിയ കൂട്ടം അവർ യേശുവിനെ അന്വേഷിക്കാൻ തയ്യാറുന്നത് അവർ പലപ്പോഴും കണ്ടെത്തുന്നത് തങ്ങളുടെ സ്വന്തം പ്രതിച്ഛായയിലുള്ള ഒരു യേശുവിനെ തന്നെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമുക്കറിയാം, നിരവധി ബൈബിൾ സെമിനാറുകൾ നമ്മുടെ രാജ്യങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. അവിടെ പഠിക്കുന്ന വ്യത്യസ്ത ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ സുവിശേഷ യേശുവിന്റെ വ്യക്തിത്വങ്ങളിലേക്കോ ഉദ്ദേശങ്ങളിലേക്കോ വരാതെ തങ്ങളുടെ പാരമ്പര്യങ്ങളെയും വാദങ്ങളെയും ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരേ ബൈബിൾ സെമിനാരിയിൽ വ്യത്യസ്ത ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ അവർ പഠിച്ചു തീരുമ്പോൾ പിന്നെയും അവർ ന്യായീകരിക്കുന്നത് അവരുടെ പാരമ്പര്യം, അവരെന്താണോ പിടിച്ചിരുന്നത് അത് മാത്രം, അതിനെ ന്യായീകരിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നല്ലോ. പിന്നെ അതുപോലെ അവർ ചെയ്യുന്നത് തങ്ങളുടെ വിഭാഗത്തിൻ്റെതായ ഏത് വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെതായ ഒരു യേശുവിനെ, ആ ഒരു നിലയിലുള്ള ഒരു യേശുവിനെ സൃഷ്ടിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഇനി കുറച്ചുകൂടി നമ്മൾ പുറമേക്ക് പോവുകയാണെങ്കിൽ, സഭയ്ക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ, അവരുടെ സോഷ്യലിസ്റ്റ് ആണെങ്കിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ഒരു യേശുവിനെ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇനി വിപ്ലവങ്ങൾ പ്രസംഗിക്കുന്നവരാണെങ്കിൽ, വിപ്ലവകാരികളാണെങ്കിൽ അവർ വിപ്ലവകാരിയായ ഒരു യേശുവിനെ ആണ് അവർ വിശദീകരിക്കുന്നത്. രാഷ്ട്രീയ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്നത് കാണാം, യേശുവിന്റെ വാക്കുകളൊക്കെ എടുത്ത് പറയുന്നത് കാണാം. അതൊക്കെ അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി, ഒരിക്കലും അത് സുവിശേഷത്തിലുള്ള ആ യേശുവിനേക്കല്ല വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ആ യേശു യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു എന്ന് കണ്ടെത്താനായി അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സുവിശേഷങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ സഭകളിലും ടെലിവിഷനിലും കൺവെൻഷൻ വേദികളിലും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഔഹ പ്രസംഗങ്ങളൊക്കെ വലിയ തെറ്റും വഞ്ചനയും ഒപ്പം സഭയെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നതുമാണ് എന്നാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സുവിശേഷങ്ങളിലെ യേശു അല്ലാതെ മറ്റൊരു യേശുവില്ല. അവിടെ നമ്മൾ കാണുന്ന യേശു ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവപുത്രനായ യേശുവാണ്. ആ ഒരു കാര്യത്തിലേക്ക് അടുത്ത് വരുവാൻ, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ വെളിപ്പാടിലേക്ക് വരാൻ കഴിയാത്തവരൊക്കെ മറ്റൊരു യേശുവിനെ സൃഷ്ടിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ ക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവത്തെ അല്ലെങ്കിൽ പുനരുദ്ധാനത്തെ നിഷേധിക്കും. അവരെന്തെങ്കിലും അതിനൊക്കെ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ സംസാരിക്കാതെ വിട്ടുകളഞ്ഞുകൊണ്ട് അവർ കർത്താവിന്റെ ആ ദൈവിക സ്വഭാവത്തെ അല്ലെങ്കിൽ നിഷേധിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ ചരിത്രപരമായ വ്യക്തിത്വത്തെ തെറ്റായി വിശദീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് തെറ്റായ ഒരു ചിത്രത്തെ ആണ് അവർ അവതരിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒത്തിരി പേര് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും അങ്ങനെയാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വിഷയം നേരിട്ട് വെളിപ്പെടുകയില്ല, നേരിട്ടൊരു ദുരുപദേശമാണ് പറയുന്നത് എന്നുള്ള നിലയിലൊന്നും അവർ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ അവർ ആ നിലയിലൊന്നും അവർ ആയിരിക്കില്ല. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നോക്കുക, ഞാനിതിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് യഥാർത്ഥ യേശു, യഥാർത്ഥ എന്ന ആ പദത്തിന് കുറെ കൂടെ സ്പെസിഫൈ ചെയ്ത് കുറെ കൂടെ സ്ട്രെസ് കൊടുത്ത് പറയുമ്പോൾ, പ്രിയമുള്ളവർ, യഥാർത്ഥ യേശു എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പ്രസംഗത്തെ സൂക്ഷിക്കണം. കാരണം അതിന് ശേഷം വരാൻ പോകുന്നത് അപകടകരമായ ദുരുപദേശങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമുക്ക് പല വാക്കുകൾ അതിനോട് അതേപോലുള്ള പല വാക്കുകൾ അസാധാരണമായ എന്നുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച്
ഉപയോഗിച്ച് പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ആ നിയന്ത്രണത്തിലേക്കല്ല, അല്ലെങ്കിൽ ആത്മാവിന്റെ ഹിതത്തിലേക്കല്ല പോകുന്നത്. അതിന് പകരം വേറെ ചില കാഴ്ചകളിലേക്കും അല്ലെങ്കിൽ ഭൗതികമായി ഉണ്ടാക്കുന്ന ചില അങ്ങനെയുള്ള ചില കൃത്രിമമായ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മടങ്ങി വരുമ്പോൾ പൗലോസ് കൊരിന്തിൽ നിന്ന് പോയതിനു ശേഷം അവിടെ എത്തിയ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഈ നിലയിലാണ് പ്രവർത്തിച്ചതെന്ന് ആ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവർ ആകർഷകമായ വാക്ചാതുര്യം ഉപയോഗിക്കുന്നവരാണ്. അതിന് പകരമായി അവർ പണം ആവശ്യപ്പെട്ടിരുന്നു. അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ ആ വാക്കുകൾ പറയുന്നതിന്, ഉപദേശം കൊടുക്കുന്നതിനൊക്കെ അവർ പണം ആവശ്യപ്പെട്ടു. കൂടാതെ പൗലോസിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. തങ്ങളുടെ തെറ്റായ ഉപദേശങ്ങൾ ശ്രേഷ്ഠമാണെന്ന് വരുത്തി തീർക്കാൻ അവർ പൗലോസിന്റെ ലളിതമായ രൂപത്തെയും സംസാര ശൈലിയെയും താഴ്ത്തി കെട്ടി സംസാരിച്ചു, അല്ലെങ്കിൽ കുറെ അതിനെയൊക്കെ കുറച്ച് കാണിക്കാൻ അവർ ശ്രമിച്ചു. ഈ വ്യാജ ഉപദേഷ്ടാക്കളുടെ ഉദ്ദേശ്യങ്ങളും രീതികളും ഒക്കെ വെളിപ്പെടുത്താൻ പൗലോസ് ഈ അധ്യായത്തിൽ ചില താരതമ്യങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. 3-ാം വാക്യത്തിൽ വരുമ്പോൾ ആത്മാർത്ഥമായ ഭക്തിയെയും അതിനെ വൃഥാവാക്കുന്ന വഞ്ചനയെയും അവിടെ പൗലോസ് വിവരിക്കുന്നുണ്ട്. പൗലോസ് ഈ വാക്യത്തിൽ സഭയെ ക്രിസ്തുവിനായി വിവാഹം നിശ്ചയിക്കുന്നത് ഒരു പരിശുദ്ധയായ കന്യകയോട് ഉപമിക്കുന്നു. അവിടെ അതേസമയം ആ ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട പരിശുദ്ധയായ കന്യക എന്ന് പറയുന്ന അതേ സമയം തന്നെ ഹവ്വായെ വഞ്ചിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് വ്യാജ ഉപദേഷ്ടാക്കളും ഉപയോഗിക്കുന്നതെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ നിസ്വാർത്ഥ ശുശ്രൂഷ, പൗലോസ് അവിടെ 1.5 വർഷത്തോളം ശുശ്രൂഷിച്ചെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. തന്റെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള തന്റെ നിസ്വാർത്ഥ ശുശ്രൂഷ, അല്ലെങ്കിൽ അവരൊന്നും പ്രതിഫലം ഒന്നും വാങ്ങാതെ അവിടെ ശുശ്രൂഷിച്ചതും അത് ആ ഉപദേഷ്ടാക്കളുടെ സാമ്പത്തിക അത്യാഗ്രഹത്തെയും പൗലോസ് അവിടെ താരതമ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്തിൽ താമസിച്ച് ശുശ്രൂഷിച്ചിരുന്ന സമയം സമ്പന്നനായിരുന്ന കൊരിന്തിൽ നിന്ന് പണം വാങ്ങാൻ പൗലോസ് വിസമ്മതിച്ചിരുന്നു. അതിനൊരു കാരണം സുവിശേഷ പ്രതിയുള്ള തന്റെ ഒരു പ്രാഗൽഭ്യത്തിന് വേണ്ടിയായിരുന്നു പൗലോസ് അങ്ങനെ ചെയ്തത്. താൻ പിന്നെയും അവിടെയൊക്കെ തനിക്ക് തന്റെ ജോലി ചെയ്തു തന്റെ ശുശ്രൂഷ നിവർത്തിച്ചിരുന്നു. അതിനൊപ്പം തന്നെ മക്കദോന്യ സഭകളിൽ നിന്നുള്ള ചില സഹായങ്ങളൊക്കെ സ്വീകരിച്ചിട്ടായിരുന്നു ആ സമ്പന്നരായിരുന്ന ആ കൊരിന്ത്യരുടെ ഇടയിൽ പൗലോസ് ശുശ്രൂഷിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ തനിക്ക് ശേഷം അവിടെ വന്ന വ്യാജ ഉപദേശ സാമ്പത്തിക നേട്ടത്തിനായി സഭയെ ചൂഷണം ചെയ്തു. അതാണ് അവിടെ ആ വേദഭാഗങ്ങൾ അതാണ് കാണാൻ കഴിയുന്നത്. ഇനി 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നീതിയുടെ ശുശ്രൂഷകരെയും വേഷം മാറിയ ആ പ്രവർത്തകരെയും കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരെ വഞ്ചകരും വ്യാജ അപ്പോസ്തലന്മാരുമായി തന്നെയാണ് പൗലോസ് അവിടെ തുറന്നു കാട്ടുന്നത്. സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറുന്നതുപോലെ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം മാറുന്നുവെന്ന് അദ്ദേഹം കൊരിന്തിലെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും കൊരിന്ത് പറയുമ്പോൾ അത് നമ്മളെയും കൂടി ചേർത്താണ് അത് ആ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് ഈ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളെ കൃത്യമായ ഒരു പട്ടികയായി ഇവിടെ അവതരിപ്പിക്കുന്നില്ലെങ്കിലും നമുക്ക് സാധാരണഗതിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് തെറ്റാണ് ഇത് തെറ്റാണ് എന്ന രീതിയിൽ കൃത്യമായി പഠിപ്പിക്കുന്നില്ലെങ്കിലും ഈ ലേഖനത്തിലുടനീളം അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വേദഭാഗത്തിലുടനീളം അദ്ദേഹം നടത്തുന്ന പ്രതിരോധത്തിൽ നിന്ന് അവരുടെ തെറ്റായ ഉപദേശങ്ങളെ നമുക്ക് തിരിച്ചറിയാനാകും. പൗലോസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. രക്ഷ പ്രാപിക്കുന്നതിന് യഹൂദ ആചാരങ്ങളും മോശയുടെ നിയമങ്ങളും പാലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആളുകളെ ദൈവത്തിന്റെ സൗജന്യ കൃപയിൽ നിന്ന് അകറ്റുന്നതായിരുന്നു. വിശ്വാസത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് കൃപയ്ക്കായി യാചിക്കുന്നതിന് പകരം പ്രവൃത്തികളിലേക്ക് അവരെ തിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ഒരു ഉപദേശമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ തങ്ങളുടെ യഹൂദ വംശ പാരമ്പര്യം, സമൂഹത്തിലെ അംഗീകാരം, അവർക്ക് ലഭിക്കുന്ന അസാധാരണമായ ദർശനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ അവർ അഹങ്കരിക്കുകയും അതേസമയം പൗലോസിന്റെ ശാരീരികമായ കഷ്ടപ്പാടുകളെ ഒക്കെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഉപദേശങ്ങൾക്ക് അവർ ഉയർന്ന പ്രതിഫലം ഈടാക്കി സാമ്പത്തിക ചെലവിനെ ആത്മീയ മൂല്യമായി തുലനം ചെയ്യുകയും ഉപജീവനത്തിനായി തൊഴിൽ ചെയ്യുന്ന പൗലോസിനെ താട്ടിക്കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ നിലയിലായിരുന്നു അവരുടെ മറ്റൊരു യേശുവിനെ അവിടെ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നത്. ഇനി നമ്മൾ വായിച്ച വേദഭാഗത്ത് കണ്ട മറ്റൊരു പദമാണല്ലോ മറ്റൊരു ആത്മാവ് എന്നുള്ളത്. പരിശുദ്ധാത്മാവിന് പകരം നമുക്കറിയാം ആത്മാവ് എന്നുള്ളത് നമുക്ക് പരിശുദ്ധാത്മാവിനെ പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ആത്മാവുണ്ട് എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെയാണല്ലോ നമ്മളെ ഗൈഡ് ചെയ്യുവാനും നമ്മളെ നിയന്ത്രിപ്പാനും നമുക്ക് കാര്യസ്ഥനായിരിക്കാനും ഒക്കെ നമുക്കോട് കൂടെയുള്ള പരിശുദ്ധാത്മാവ്
ആത്മാവാണല്ലോ. എന്നിട്ട് ഇവിടെ ഒരു പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ മറ്റൊരു ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പകരമായിട്ടുള്ള ഒരു ആത്മാവിനെ അവിടെ പ്രചരിപ്പിച്ചു എന്ന് നമുക്ക് കാണുന്നത്. അതായത് പരിശുദ്ധാത്മാവിന് പകരം വഞ്ചനാപരമായ അല്ലെങ്കിൽ കൃത്രിമമായ ഒരു ആത്മീക സ്വാധീനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സ്വാധീനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിനെയാണ് മറ്റൊരു ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മാവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാധാരണയായി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാറ് ആത്മാവ് എന്ന് പറയുമ്പോൾ. എന്നാൽ ആ പശ്ചാത്തലത്തിൽ മറ്റൊരു ആത്മാവ് എന്നത് പിശാചിന്റെ ആത്മാവ് എന്നായിരിക്കും നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ, മറ്റൊരു ആത്മാവ്, പരിശുദ്ധാത്മാവ്, ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്, ഇനി മറ്റൊരു ആത്മാവ് പറയുമ്പോൾ പിശാചിന്റെ ആത്മാവ്. എന്നാൽ ആ നിലയിലല്ല പൗലോസ് അവിടെ പറയുന്നത്. കൊരിന്ത്യർക്കുള്ള 2 ലേഖനങ്ങളിലും പൗലോസ് എഴുതുന്നത് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് തന്നെയാണ്. അവരെല്ലാവരും പിശാച് ബാധിച്ചവരാണെന്ന് പൗലോസ് അർത്ഥമാക്കുന്നില്ല. ആ നിലയിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല പൗലോസ് അവിടെ എഴുതുന്നത്. ഇവിടെ അദ്ദേഹം പരാമർശിക്കപ്പെടുന്നത് ദൈവം എന്നോട് ഇത് പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന പുതിയ വെളിപ്പാടിന്റെ, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഇന്ന് രാത്രി ഒരു ദർശനം കണ്ടു, അത് ദൈവം എന്നോട് മാത്രമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് അതിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ആ നിലയിലുള്ള പുതിയ വെളിപ്പാടിന്റെ ഒരു ആത്മാവിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇവിടെ പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: പുതിയൊരു വെളിപ്പാടുമായി ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മാവുമായി ആരെങ്കിലും വന്നാൽ, അതായത് അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നാണെങ്കിൽ ദൈവമക്കൾ ജാഗ്രത പാലിക്കണം. കാരണം അതൊരു വ്യാജ ഉപദേശവും അതീവ അപകടകരമായ ഒരു കാര്യമാണെന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ ശുശ്രൂഷകർ, ഈ കാലഘട്ടത്തിലെ അപ്പോസ്തലന്മാർ എന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെ അവകാശപ്പെടുന്നവർ ഒത്തിരി പേര് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെലിവിഷൻ പ്രീച്ചിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിശ്രേഷ്ഠ പ്രവാചകൻ, അതിന് വേറെ പേരുകളൊക്കെ കൊടുത്ത് അങ്ങനെ പേരുകളുള്ള പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ളവരൊക്കെ വന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് പുതിയ വെളിപ്പാടുകൾ നൽകി എന്ന് അവകാശപ്പെട്ട് വരുമ്പോൾ പ്രിയമുള്ളവരെ, നാം അവരെ വിവേചിക്കണം. അത് നമ്മളോടുള്ള ദൈവിക ദൂതാണ്. നാം കൃത്യമായിട്ട് അത് നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം അവരെ വിവേചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചിലർ പറയുന്നുണ്ട് ദൈവക്കായി ദൈവത്തിന് ഒരു പ്രത്യേക സന്ദേശമുണ്ട് എന്ന് അവർ പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് സത്യമാണെങ്കിൽ പോലും അതിന്റെ ദൈവവചന അടിസ്ഥാനം നാം ഉറപ്പിക്കണം. അതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണോ എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്രവാചകന്മാർ പറയുന്നത്, ഇനി അതല്ല, ഇനി പ്രസംഗിക്കുമ്പോൾ തന്നെ പുതിയ ആശയങ്ങളൊക്കെ ബൈബിളിന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതിനെയും നാം മനസ്സിലാക്കുവാൻ അതിനുള്ളൊരു കൃപ ഈ കാലഘട്ടത്തിൽ നാം പ്രാപിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം അത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവം സംസാരിക്കുമ്പോൾ വചനവും പരിശുദ്ധാത്മാവും ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടുന്ന് സംസാരിക്കുന്നത്. ദൈവം ആ നിലയിലാണ് മനുഷ്യരോട് ഇടപെട്ടിരിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണാം, ആ വചനത്തിന്റെ അടിസ്ഥാനവും കാണാം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വചനം മനസ്സിലാക്കാൻ കഴിയില്ല. അതൊരു സത്യമാണ്. ദൈവവചനം ആത്മീയമായി മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നായതിനാൽ ആത്മാവിന്റെ സഹായമില്ലാതെ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ അതൊരു ഭോഷത്വമായി തോന്നാം. അവർക്ക് അതൊരു വലിയ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പൊട്ടത്തരമായി, അല്ലെങ്കിൽ ഒരു ഭോഷത്വമായി അതിനെ തോന്നാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചിലരൊക്കെ ബൈബിളിലേക്ക് പഠിക്കുമ്പോൾ അവർ പഠിക്കുന്നത് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടെയാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു യേശുവിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ആത്മാവിന്റെ സഹായത്തോടെ അല്ലാതെ ബൈബിളിലേക്ക് കയറുമ്പോൾ, ബൈബിളിനെ പഠിക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ നമ്മൾ ഒരു രക്ഷിക്കപ്പെട്ട ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് തന്നെയാണ് അവരുടെ ഉള്ളിലേക്ക് ആ വചനത്തിന്റെ ആഴങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തിരുന്നത്. അങ്ങനെ ആ ആത്മാവിന്റെ സഹായമില്ലാതെ അതിലേക്ക് ചെല്ലുന്നവർ ആ വചനം അവർക്കൊരു ഭോഷത്വമായി തരും. അതുപോലെ തന്നെ വചനത്തിന്റെ പിന്തുണയില്ലാതെ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്തെ മാത്രം ആശ്രയിച്ചാണോ ഉള്ളതെങ്കിൽ പ്രിയമുള്ളവരെ, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല. ഒരു കപട ഉപദേഷ്ടാക്കൾ, അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാവ്, അല്ലെങ്കിൽ കള്ള അപ്പോസ്തലൻ, ആൾ വന്ന് ഒരു വ്യാജ പ്രവാചകൻ വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് വ്യാജമാണോ സത്യമാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, വേറെ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. വചനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നോ, അതിന് വചനത്തിന്റെ പിൻബലമുണ്ടോ എന്നുള്ളത് മാത്രം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വേറൊരു മാർഗവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ വചനത്തിലും പരിശുദ്ധാത്മാവിന്റെ ഈ രണ്ടുപേരുടെയും സഹായത്തോടെ നാം അവരെ
അവരെ വിവേചിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ദൈവം നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു വെളിപ്പാട് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കൊരിന്തിൽ വന്ന വ്യാജ ഉപദേഷ്ടാക്കൾ അവകാശപ്പെട്ടപ്പോൾ അത് തെറ്റാണെന്ന് പൗലോസ് ചൂണ്ടിക്കാട്ടിയത്. അതാണ് ആ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ആത്മാവെന്ന പദങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി പൗലോസ് അവിടെ മറ്റൊരു സുവിശേഷത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതെന്ന് ആ വേദഭാഗത്ത് കൃത്യമായി പറയുന്നില്ല. മറ്റൊരു സുവിശേഷം അതിതാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പട്ടിക ഇല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലോ. പ്രിയമുള്ളവരെ, രക്ഷയ്ക്കായി മനുഷ്യന്റെ പ്രവൃത്തികളോ ആചാരങ്ങളോ അതുപോലെ തെറ്റായ നിബന്ധനകളോ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശ്വാസത്തിലൂടെയുള്ള കൃപയുടെ സന്ദേശത്തെ വികലമാക്കുന്നവർ അല്ലെങ്കിൽ വികലമാക്കിയാണ് മറ്റൊരു സുവിശേഷം പ്രചരിപ്പിക്കുന്നവർ ചെയ്യുന്നത്. നമുക്കറിയാം, കൃപയാൽ രക്ഷ അത് സൗജന്യമാണ്. അതിൽ നമ്മളൊരു വില കൊടുക്കേണ്ടതില്ല. കേവലം നമ്മളുടെ ആ ഒരു വിശ്വാസത്തിലും സമർപ്പണത്തിലും ഒക്കെ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന എല്ലാവർക്കും സൗജന്യമായി കിട്ടുന്നതിന് ഇനി ഒരു പ്രവൃത്തി കൊണ്ട് പറയുമ്പോൾ ആ സൗജന്യമായ ആ കൃപയെ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്കൊക്കെ പോവുകയാണ്. അതായത് യഥാർത്ഥത്തിൽ പറയുക അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിനെയും അവിടെ നിന്ന് സകലർക്കുമായി ചെയ്തെടുത്ത ആ വലിയ രക്ഷണ്യ പ്രവൃത്തിയിലുള്ള അവിശ്വാസത്തെയാണ് അതിലൂടെ നമ്മൾ പ്രകടമാക്കുന്നത്. സകലർക്കും സൗജന്യമായി ഒരുക്കിയ ആ രക്ഷ ഇനി വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഇനി വേറെ ഏതെങ്കിലും ഒരു പേയ്മെന്റിലൂടെ അതിനെ ലഭ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു സുവിശേഷമാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ കാണുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന നോസ്റ്റിക് ചിന്താഗതിക്കാരായിരിക്കാം. നോസ്റ്റിക് ചിന്താഗതി എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പദമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ കൊരിന്തിലെ സഭയിൽ പ്രചരിപ്പിച്ചത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വികലമായ ഒരു കാഴ്ചപ്പാടുമായിരിക്കാം. അത് ക്രിസ്തുവിന്റെ കാര്യത്തിൽ അത് ചിന്താഗതിയാണ്. ക്രിസ്തുവിന്റെ കാര്യത്തിൽ പറയുമ്പോൾ യഥാർത്ഥമായ ഒരു മനുഷ്യാവതാരം അവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ക്രിസ്തുവിന്റെ ആത്മാവ്, അതായത് സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ഭൗമികനായ യേശുവിന്റെ മേൽ വരികയും ക്രൂശീകരണത്തിന് മുമ്പ് അവനെ വിട്ടുപോവുകയും ചെയ്തു എന്നതായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ആ നിലയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ നോസ്റ്റിക് ചിന്താഗതിക്കാർ അവർ മറ്റൊരു ആത്മാവിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് വന്നത് അല്ലെങ്കിൽ നോസ്റ്റിക് ആത്മാവായിരിക്കും. അതായത് യേശു ചെയ്ത പ്രവൃത്തികളിലൂടെയല്ല മറിച്ച് ജ്ഞാനത്തിലൂടെയാണ് രക്ഷ ലഭിക്കുന്നതെന്ന് അവർ പഠിച്ചു. എന്നുള്ള രീതിയിലുള്ള പല ചിന്താഗതികളൊക്കെ അവർ പ്രചരിപ്പിച്ചതാണെന്ന് നമുക്ക് ആ നിലയിൽ നമുക്ക് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അവർ മറ്റൊരു സുവിശേഷത്തെ കുറിച്ചാണ് സംസാരിച്ചെങ്കിൽ അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് വേർപെട്ടൊരു സുവിശേഷമായിരിക്കാം അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഫ്ലാറ്റ് തമ്മിലുള്ള സൂക്ഷിച്ചാണല്ലോ. ഗലാത്യയിലെ ന്യായപ്രമാണവാദികൾ ചെയ്തതുപോലെ യഹൂദ നിയമങ്ങൾ കൂടി പാലിച്ചാൽ മാത്രമേ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് അവരും പറഞ്ഞിട്ടുണ്ടാകും. അതും പ്രവൃത്തികളിലൂടെയുള്ള രക്ഷ അല്ലെങ്കിൽ ആ പ്രവൃത്തികളിലൂടെ മാത്രമുള്ള രക്ഷ എന്ന നിലയിലുള്ള ആ വാദമാണ് അത് ഉയർത്തുന്നത്. ഇതിലൂടെ ക്രിസ്തുവിനുള്ളവർ എന്ന് അവകാശപ്പെടുമ്പോഴും ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടാതിരിക്കാൻ കഴിയുമെന്ന് വരുത്തി തീർക്കുന്ന ഒരാശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതൊരു വ്യാജ സുവിശേഷമാണ്. അത്തരക്കാർ യഥാർത്ഥത്തിൽ വ്യാജ അപ്പോസ്തലന്മാരാണ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി വേഷം മാറി വന്ന വഞ്ചകരായ വേലക്കാരാണ്. അതാണ് ഈ വേദഭാഗത്ത് നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പശ്ചാത്തലത്തിൽ പൗലോസ് ഈ വ്യാജ ഉപദേശകന്മാരെ നേരിട്ട് തുറന്നെതിർക്കുന്നതിന് പകരം ഈ വ്യാജ ഉപദേശങ്ങളാൽ തെറ്റിപ്പോകുന്ന ആ ആൾക്കാർ അല്ലെങ്കിൽ ആ തെറ്റിപ്പോയവരെ സ്നേഹത്തോടെ ക്രിസ്തുവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും അതിൽ തനിക്കുള്ള പങ്കിനെ കുറിച്ചും പൗലോസ് എഴുതുകയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 2-ാം വാക്യത്തിൽ നമ്മൾ ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിന്റെ അർത്ഥമൊക്കെ പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ വാക്യം തന്നെയല്ല ഈ അർത്ഥം എന്താണെന്നുള്ളത്. കാരണം സെമിസ്റ്റിക് പശ്ചാത്തലമുള്ള പഴയ നിയമ കാലഘട്ടത്തിൽ വിവാഹ നിശ്ചയം എന്നത് വിവാഹത്തിന് തുല്യമായ ഒരു ഉടമ്പടിയായിരുന്നു. ഈ കാര്യം നമുക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതുപോലെ തന്നെ തങ്ങൾ യേശുവിനെ അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ വിവാഹ നിശ്ചയം ചെയ്തു എന്ന് പൗലോസ് പറയുമ്പോൾ യേശുവിന് അല്ലെങ്കിൽ വിവാഹത്തിന് തുല്യമായ ആ ഉടമ്പടി ചെയ്തു എന്ന് പറയുമ്പോൾ യേശുവുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണെന്ന് പൗലോസ് കൊരിന്ത്യൻ വിശ്വാസികളെ ഓർമ്മിപ്പിക്കും. നമ്മളെയും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ വിവാഹം ഇതുവരെ നടന്നില്ലെങ്കിലും ആ വിശ്വാസത്താൽ ക്രിസ്തുവിലേക്ക് വന്നവർ അപ്പോൾ തന്നെ ക്രിസ്തുവിന് സ്വന്തമായിരുന്നു. അതായത് ആ വിവാഹം നടന്നതുപോലെ തന്നെയാണ് ആ വിവാഹ നിശ്ചയത്തിലൂടെ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, കൊരിന്ത്യർ തങ്ങളുടെ യഥാർത്ഥ ഭർത്താവിൽ നിന്ന് അകന്നു പോകാൻ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നതിലുള്ള ആശങ്കയാണ് പൗലോസ് തുടർന്ന് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ പൗലോസ് ഈ വാക്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മൃദുവായിട്ടുള്ളതാണ്. നമുക്കറിയാം, ചില വേദഭാഗത്ത് വ്യഭിചാരിണിയായ സഭ എന്നുള്ള വേദവാക്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളതാണല്ലോ. എന്നൊന്നും അദ്ദേഹം വിളിക്കുന്നില്ല. മറിച്ച് അവർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം ആഴത്തിലുള്ള മുന്നറിയിപ്പ്
മുന്നറിയിപ്പ് നൽകിയാണിത്. അങ്ങനെ ഒരു പദം ഉപയോഗിച്ചില്ലെങ്കിലും വളരെ വലുതായ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പൗലോസ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. സാത്താൻ ഹവ്വായെ പ്രലോഭിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊരിന്തിലെ സഭ നേരിട്ട അതേ അപകടം ഇന്നും നമ്മളെയും നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളും നേരിടുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതായത് സാത്താൻ ആദ്യം ഹവ്വായുടെ അടുക്കൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ നന്മയിലോ ഔദാര്യത്തിലോ സംശയം ജനിപ്പിച്ചുകൊണ്ടാണ് അവളെ പ്രലോഭിപ്പിച്ചത്. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ കാണുന്നത്. പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. പിന്നെ അവിടെ ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്നത് മാത്രമേ ദൈവം വിലക്കിയിട്ടുള്ളൂ എന്നുള്ളത് സാത്താന് നന്നായിട്ട് അറിയാമായിരുന്നു. ബാക്കിയുള്ള എല്ലാ ഫലങ്ങളും അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് സാത്താൻ അറിവുള്ള കാര്യം തന്നെയാണ്. എന്നിട്ടും ദൈവം നല്ലവനായ ഒരു ദൈവമാണെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ഫലം പോലും അവർക്ക് നിഷേധിക്കില്ലായിരുന്നു എന്ന് സൂചിപ്പിച്ച് ആ നിലയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരെ പ്രലോഭിക്കുന്നത് കാണുന്നത്. ഇതേ രീതിയിലാണ് സാത്താൻ ഇന്നും ക്രിസ്ത്യാനികളെ പ്രലോഭിപ്പാൻ വരുന്നത്. മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയും മറ്റൊരു ആത്മാവിനെയും അങ്ങനെ കുറിച്ച് കേൾക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ അതിൽ വീണ്ടു പോകാൻ ഇടയുണ്ട്. കാരണം അവിടെ കേൾവിക്കാർ ഏകീഭവിക്കുന്നത് ദൈവഹിതത്തിനോടല്ല. നമ്മളറിയാം, നമ്മളെല്ലാം ജഡത്തിൽ വസിക്കുന്നു. നമ്മൾ വസിക്കുന്ന പാപം നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ വസിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൂടുതൽ പ്രഷർ നമുക്ക് ലഭിക്കുന്നത് സാഹചര്യത്തിൽ ലോകത്തിലേക്ക് വീണു പോകാനുള്ള വലിയൊരു പ്രഷറിന്റെ നടുവിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിലേക്ക് കേൾക്കുമ്പോൾ, മറ്റൊരു സുവിശേഷത്തെ കുറിച്ച്, മറ്റൊരു ആത്മാവിനെ കുറിച്ച്, മറ്റൊരു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരു ദൈവികം അല്ലെങ്കിൽ അത് ദൈവവചനമാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മളത് ദൈവവചനമാണെന്ന് ചിന്തിച്ച് പെട്ടെന്ന് അതിലേക്ക് വീഴുവാൻ, അതിലേക്ക് നമ്മൾ മറിഞ്ഞു പോകാൻ ഇടവരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഏകാഗ്രത നഷ്ടപ്പെട്ട് അതിലേക്ക് വീണു പോകുന്ന ആ കാര്യമാണ് നമുക്ക് നമ്മൾ വിവേചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, അവിടെ കേൾവിക്കാർ ഏകീഭവിക്കുന്നത് ദൈവഹിതത്തിനോടല്ല, മറിച്ച് ആത്മീയ പുറന്തോട് അണിഞ്ഞ ഈ ലോകത്തിലെ വഞ്ചനകളോടാണ് അവർ ഏകീഭവിക്കുന്നത്. ഒരുപക്ഷെ ആദ്യം ഒന്നും മനസ്സിലാക്കുന്നില്ല, പിന്നെ മനസ്സിലാക്കുമ്പോഴും മടങ്ങി വരാൻ കഴിയാത്തതുപോലെ അതിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഇഴുകി ചേർന്ന് പോകുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലെങ്കിൽ ലോകത്തിൽ വീഴുന്നത് എളുപ്പമാണെങ്കിലും എഴുന്നേൽക്കുന്നത് അത്ര എളുപ്പമല്ല. അത് ലോകത്തിൽ ഒരു സാധാരണ തത്വം തന്നെയാണ്. വീഴുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീണു അല്ലെങ്കിൽ നമ്മൾ അത് എഴുന്നേറ്റ് വരണമെങ്കിൽ അതിനേക്കാൾ ഒരു എഫേർട്ട് കൊടുത്താലേ നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയുള്ളൂ. ആത്മീയ ലോകത്തും നമ്മൾ ആയിരിക്കുന്ന ദൈവവരവിൽ നിന്നും വീണാൽ മടങ്ങി വരവിനും അതിൻ്റെതായ വില കൊടുക്കേണ്ടി വരും. ആ ഒരു കാര്യം നാം ഓർക്കുക. ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ വ്യാജ ഉപദേശങ്ങളിൽ ആകർഷിതരായി വീണു പോകാൻ അധിക സമയമൊന്നും വേണ്ട. ഒരൊറ്റ പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് മാത്രം തന്നെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏകാഗ്രതയും പ്രത്യാശയും നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവും ദൈവവചനവും ആ നിലയിൽ നമ്മെ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ, ഒരു ടെലിവിഷൻ പ്രീച്ചർ അല്ലെങ്കിൽ ആ നിലയിലുള്ള ആ വ്യാജ ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോൾ അത് ദൈവവചനമാണ്, അത് എത്ര എളുപ്പമാണ് അനുസരിക്കുവാൻ, അത് എത്ര എളുപ്പമാണ് ഉൾക്കൊള്ളാൻ എന്ന് കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് വീണു പോകുന്നത് വളരെ എളുപ്പമാണ്. അത് വളരെ പെട്ടെന്ന് സംഭവിക്കുമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ഏകാഗ്രത പ്രത്യാശ നഷ്ടപ്പെടുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ വചനത്തോടെ കേൾക്കുന്നത്. എന്നാൽ മറിച്ചുള്ള ഒന്ന് മടക്കി വരുവാൻ വേണ്ടി നമ്മളറിയാം, നാരോഗേറ്റിലൂടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത് അങ്ങനെയുള്ള ആ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ക്രിസ്തുവിനിൽ വളരുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ, ആ പ്രത്യാശയിലായിരിക്കാൻ, വരാനുള്ള ഒരു ലോകത്തിലേക്ക് ഒരുങ്ങുവാൻ, ആ ഒരു സന്ദേശം മാത്രമാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പറയുവാനായിട്ട് എപ്പോഴും ഉത്സാഹിക്കുന്നത്. എന്നാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ 5-6 മെസ്സേജ് കേട്ടാൽ പോലും അതിൽ വീണു പോയാൽ മടങ്ങി വരാൻ എളുപ്പമല്ല എന്നതാണ് യഥാർത്ഥ്യം. അത്രയും ഒരുക്കി കൊണ്ടുവന്ന് ഒരു ചെറ്റ പ്രസംഗം കേൾക്കുമ്പോൾ പിന്നെയും നമ്മൾ അതിലേക്ക് വീണു പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, മറിച്ചുള്ള നിരവധി പ്രസംഗങ്ങൾ കേട്ടാലും മടങ്ങി വരാൻ നമ്മളിലെ ആ നിയന്ത്രണം ഏറ്റെടുത്ത ആ ലോകസ്നേഹം സമ്മതിക്കില്ല. അതിലേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ട് ആ വഞ്ചനയിൽ തന്നെ അതിൽ തുടരുവാനായിട്ട് അത് നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നാം ആത്മാവിനുള്ളതും ഈ ലോകത്തിലെ നമ്മുടെ ജീവനുള്ളതുമായ അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ആ ജീവനുള്ളതുമായ അതിനെ നമ്മൾ കൃത്യമായി വേർതിരിക്കേണ്ടത്. നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നാം കേൾക്കുന്നതിനെ നാം വിവേചിക്കേണ്ടതുണ്ട്, നാം അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി യഥാർത്ഥ സുവിശേഷവും അതിനായി അപ്പോസ്തലന്മാർ നൽകിയ വിശുദ്ധിയെ കുറിച്ചുള്ള അറിവും നമുക്കുണ്ടായിരിക്കണം. കാരണം ആത്മാവിൽ ആ അറിവോട് ചേർന്നിട്ടാണ് നാം അതിനെ വിവേചിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് വ്യാജ ഉപദേശമാണെന്നും അത് പറയുന്നവർ വ്യാജ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യാജ ഉപദേഷ്ടാക്കളാണെന്നും വിവേചിക്കാനാകും. കൃത്യമായി നമുക്ക് തന്നെ മനസ്സിലാക്കണം. അതിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് വ്യാജമാണ്, അത് എങ്ങോട്ട് ചലിക്കുന്നു എന്നുള്ളത് അവിടെ തന്നെ നമുക്ക് വിവേചിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. വിലപ്പെട്ട നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ
അസ്ഥിരപ്പെടുത്തുന്ന ഈ കാലത്തിലെ ഈ വഞ്ചനകളിൽ നിന്ന് വേർപെട്ട് ദൈവികത പ്രകാരമായ വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ചെറിയ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവ വചനങ്ങളെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.